നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഡിസംബർ മാസത്തിൽ ഔദ്യോഗികമായിട്ടും തൊഴിൽപരമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ടും പൊതുവെ തന്നെ കർമ്മ മേഖലകളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെ സങ്കീർണമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളും അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും ഉണ്ടായിത്തീരും. എന്നാൽ രണ്ടാമത്തെ പകുതിയിൽ ഇതെല്ലാം ശുഭപരിസമാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. തന്മൂലം സാമ്പത്തിക വിഷയത്തിലുള്ള അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിച്ച് കടം വാങ്ങേണ്ടതായ സാഹചര്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് വഴി സമാധാനം ഉണ്ടായിത്തീരും. പലപ്പോഴും നേർന്നു കടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനിടയുണ്ട്. അവധി ലഭിക്കാത്തതിനാൽ വിദേശത്തു നിന്നും ജന്മനാട്ടിലേക്ക് വന്നു ചേരും എന്നറിഞ്ഞതിനാൽ ആയതിൽ നിന്നും ആവുന്നത് പിന്മാറുന്നത് നന്നായിരിക്കും. അഥവാ അവധി ലഭിച്ചാൽ കൂടി വിദേശത്തു നിന്ന് ജന്മനാട്ടിൽ വന്നാൽ ഉദ്യോഗം നഷ്ടപ്പെടുവാനുള്ള യോഗത്തെ സൂചിപ്പിക്കുന്നു. വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മ മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം സ്വീകരിക്കാനിടവരുമെങ്കിലും പൂർണ്ണതയിലെത്തുവാൻ പലപ്പോഴും രാത്രിയിലും അവധി ദിനങ്ങളിലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനിടയുണ്ട്. ശാസ്ത്രമായിട്ടുള്ള ആയുർവേദം, പ്രകൃതി ചികിത്സ, യോഗ, പ്രാണായാമം എന്നിവ പരിശീലിക്കുന്നത് വഴി മാരകമായിട്ടുള്ള അസുഖങ്ങളെ അതിജീവിക്കുവാനും ഉള്ള യോഗം കാണുന്നു. ഒരുപക്ഷെ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ പല പ്രകാരത്തിലും അസുഖങ്ങളൊക്കെ വിദഗ്ധ പരിശോധന വേണ്ടി വരുമെങ്കിലും പ്രകൃതിദത്തമായിട്ടുള്ള ഔഷധ രീതികളെ കൊണ്ട് രോഗവിമുക്തി വരുവാൻ യോഗമുണ്ട്. അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ ഉപയോഗിക്കുമ്പോൾ മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽപരമായിട്ടുള്ള മേഖലകളോടനുബന്ധമായി മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ കൂടി വേണ്ട വിധത്തിൽ നിർവഹിക്കുവാനിടയുണ്ട്. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കായിട്ട് 1-2 ദിവസം അവധിയെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം വന്നു ചേരുമെങ്കിലും അന്തിമ നിമിഷത്തിൽ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഏറെക്കുറെ തൃപ്തികരമാകും വിധത്തിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പുതിയ കാർഷിക സമ്പ്രദായം ആവിഷ്കരിക്കുവാനിടയുണ്ട്. വിദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ മാസത്തിൻ്റെ ഒടുവിൽ വന്നു ചേരുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയ ഭൂമിയിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി വയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ കൂടി മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഉണ്ടാകുവാനും അശ്വതി നക്ഷത്രക്കാർക്ക് ഈ ഡിസംബർ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.